നമസ്കാരം. നമ്മുടെ ഇപ്പോൾ ഡ്രമ്മിൽ നട്ട ഒരു മാവാണ്. ഏതാണ്ടൊരു 2 വർഷത്തിലധികമായി. അപ്പോൾ ഈ മാവിൻ്റെ പുതിയ തളിരിലകൾ വന്നു കഴിഞ്ഞാൽ ഒരു 1-2 ദിവസത്തിനുള്ളിൽ ആ ഇലകളെല്ലാം ഇതുപോലെ മുറിഞ്ഞ് താഴെ വീഴുന്ന രീതിയിൽ കാണാം. അപ്പോൾ നമുക്കിതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചെറിയ മാവിൻ്റെ ടെൻഡർ ലീവ്സ്, പുതിയ തളിരിലകൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നിലത്ത് വീണ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇത് ഡിപ്പോറസ് മാർജിനേറ്റസ് എന്ന് പറയുന്ന ഒരുതരം വണ്ട്, അതായത് ഒരു വണ്ടാണ്, ഇലമുറിയൻ വണ്ടാണ്. അപ്പോൾ ഈ വണ്ടിൻ്റെ ആക്രമണമാണ് ഇത് ഈ രീതിയിലേക്ക് പുതിയ മാവിൻ്റെ തളിരിലകൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്കിത് പല ആളുകളും പല തരത്തിലുള്ള ബയോ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പുകയില കഷായം അങ്ങനെയുള്ള പല ബയോ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളിതൊരു പുതിയ ഒരു ഹെൽത്തി ആയിട്ട് വരാനുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഇപ്പം കട്ട് ചെയ്യാൻ വേണ്ടി ഒരു 3-4 ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് ആ വണ്ട്. സാധാരണയായിട്ട് സന്ധ്യാനേരങ്ങളിലാണ് ഇതിൻ്റെ ആക്രമണം കാണുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇലയെല്ലാം താഴെ മുറിഞ്ഞ് വീണതായിട്ട് കാണാം. ഒരു വണ്ടിൻ്റെ ആക്രമണം മൂലം നമുക്ക് ഇവിടെ എല്ലാം കാണാം, ലീഫ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കോമൺ ആയിട്ട് നിരവധി ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി വണ്ടുകളുണ്ട്, ഒരുപാട് സ്പീഷീസുകൾ ഇതുപോലെ ലീഫ് കട്ട് ചെയ്യുന്ന സ്പീഷീസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ഡിപ്പോറസ് മാർജിനേറ്റസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ് നമ്മുടെ നാടുകളിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ടെൻഡർ ലീവ്സ് ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ മാവിൻ്റെ ഗ്രോത്താണ് അവിടെ ഇല്ലാണ്ടാകുന്നത്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് പല ആളുകളും ഇത്തരത്തിലുള്ള ബയോ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്, അപ്പോൾ ഇതൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇതിന് സ്പ്രേ ചെയ്യാണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ സാധാരണയായിട്ട് നമ്മൾ വേപ്പെണ്ണയിൽ നമ്മൾ ഈ സോപ്പും കൂടെ മിക്സ് ചെയ്ത് അതിൽ കുറച്ച് പുകയിൽ ഇട്ടാൽ നല്ലത്, മിക്സ് ചെയ്തിട്ട് നമുക്ക് വളരെ ലൈറ്റായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കും, സ്പ്രേ ചെയ്ത് കൊടുക്കും. സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ഒരു ആക്രമണം നമുക്ക് ചെറുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ വണ്ടിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ട് വെറുതെ അല്ല ഇത് കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ ഈ വണ്ടുകളിവിടെ വന്ന് അതിൻ്റെ ഈ ഇലയുടെ അഗ്രഭാഗങ്ങൾ കട്ട് ചെയ്ത് അത് ഭക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അവസാനം ഇതിൻ്റെ മേറ്റിംഗ് ഒക്കെ, ഈ വണ്ടിൻ്റെ മേറ്റിംഗ് ഒക്കെ നടക്കുന്നത് ഈ ടെൻഡർ ലീഫിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. അതിന് ശേഷം ഇത് ഈ ഒരു ഭാഗത്തായിട്ട്, ലീഫിൻ്റെ അടിഭാഗത്തായിട്ട് ഇതിൻ്റെ മുട്ടകൾ ലേ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആ മുട്ടകൾ പിന്നീട് അതിൻ്റെ അടുത്ത ലൈഫ് സൈക്കിളിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ലാർവയൊക്കെ ആയിട്ട് മാറണം. അതിന് ശേഷമാണ് ഒടുവിൽ വീണ്ടും ഈ വണ്ടായിട്ട് മാറുക. അപ്പോൾ ഈ ലാർവ വിരിയുന്നതും മണ്ണിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ലീഫ് ഇങ്ങനെ മുട്ടയിട്ടതിന് ശേഷം ഈ ലീഫ് കട്ട് ചെയ്തത് നിലത്തേക്ക് ഫോളോ ചെയ്ത് ഇടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ കാണും. അപ്പോൾ ഇലമുറിയൻ വണ്ടിൻ്റെ ആക്രമണം കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ മുറിഞ്ഞ് നിലത്ത് വീണ് കിടക്കുന്ന ഇലകളെല്ലാം വാരി നമ്മളത് കത്തിച്ച് കളയാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുട്ട ഉണ്ടാകും, അത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനുള്ളൊരു സാധ്യത നമ്മൾ ഇല്ലാണ്ടാക്കി തീർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കൂടാതെ നമുക്കിതിൽ ഇതേപോലെ തന്നെയുള്ള മിശ്രിതങ്ങൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫർദർ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് സാധാരണ പല മാവുകളിലും, വലിയ മാവുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ മാവുകളിൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള മാവിൻ്റെ ഗ്രോത്ത് തടയുന്ന ഇത്തരത്തിലുള്ള ബീറ്റിൽസിനെ, അതായത് വണ്ടുകളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അത് കാണാം, സന്ധ്യാസമയങ്ങളിൽ ഇതുപോലെ വന്നിരിക്കും. ഇതുപോലെ വന്നിരുന്ന് നമുക്കിവിടെ കാണാം. അതിനുശേഷം അവിടെ കട്ട് ചെയ്ത് ലാസ്റ്റ് എഗ്ഗ് ലേ ചെയ്ത് ഈ ലീഫ് താഴേക്ക് വീഴുകയാണ്. അപ്പം ഈ ഒരു മാവിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഇലകളെല്ലാം ഇന്നലെ രാത്രി കട്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട ഇലകൾ നമുക്ക് താഴെ കാണാം. ആ താഴെയുള്ള ഈ ഇലകളൊക്കെ എന്ത് ചെയ്യുക, നമ്മളിതുപോലെ വാരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇലകൾ നമ്മൾ വാരി എടുത്ത് കളഞ്ഞ് നശിപ്പിച്ച് കളയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇവിടെയൊക്കെ വലിയ ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കാലാപ്പാടി മാവാണ്. ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ട് ഒരു 1-2 പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം അത് എന്തായാലും പൂക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. അപ്പം ഇതുപോലെ നമ്മൾ ഡ്രമ്മിൽ ഏതാണ്ട് ഒരു 10ഓളം വെറൈറ്റികൾ, സ്ഥലപരിമിതിയുള്ള ആളുകൾക്ക് ഇതുപോലെ ഡ്രമ്മിൽ നമുക്ക് മാവുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രോത്തുള്ളൊരു മാവാണ്. ഇതേപോലെ നമുക്ക് മിയാസാക്കി, അതുപോലെ നാംഡോക്ക് മൈ ഗോൾഡ്, ഇത്തരത്തിലുള്ള പല മാവുകളും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ കാണാം. ഇപ്രാവശ്യം ഇതേപോലെ നമ്മൾ വണ്ടിനെ കണ്ടു. ഒരു ഭാഗം കുറേ ഇലകൾ പൊഴിച്ചു. ഞാൻ ഇന്നലെ ഒന്നും വീട്ടിലില്ലായിരുന്നു.
അപ്പോൾ ഇത് നമ്മൾ ഇല മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കണമോ അതോ അടിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ആക്രമണം വീണ്ടും ഉണ്ടാവുമോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടിച്ചതാണ്. അപ്പം അടിച്ചില്ലെങ്കിൽ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടും അഥവാ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. പല ആളുകളും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ എങ്കിലും നമുക്കിതിനെ എങ്ങനെ നിയന്ത്രിക്കാം? കാരണം ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്ന് ഞാൻ കാണിച്ചു തരാം. മറ്റ് 1-2 മാവുകളുണ്ട്. ഒരു മൂവാണ്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ റുമാനിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ്. ഇതിൻ്റെ എല്ലാം ഗ്രോത്ത് മൊത്തത്തിൽ ഏതാണ്ട് ഒരു വർഷത്തെ ഗ്രോത്ത് നിലച്ചൊരവസ്ഥയാണ്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വന്ന പുതിയ ഇലകളെല്ലാം ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞാണ്. കണ്ടോ, ആ മാവിൻ്റെ ഒരു ഗ്രോത്ത് തന്നെ ഇല്ലാണ്ടായി. കാരണം ഇതേതാണ്ടൊരു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ല ഗ്രോത്തിൽ വന്നൊരു നമ്മുടെ നാടൻ മാവാണ്. നാടൻ മൂവാണ്ടൻ എന്ന് പറയുന്നൊരു വെറൈറ്റി മാവാണ്. പക്ഷേ ആ മാവിൻ്റെ ഈ ഇലകളെല്ലാം കണ്ടോ, ടോപ്പിൽ ഇലകളില്ലാണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു ആ പ്ലാന്റിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാ സൈഡിലും ഇവിടെ എല്ലാം ഇലകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും പോയ അവസ്ഥയിൽ തന്നെയാണ്. ഇതൊക്കെ മുറിഞ്ഞതിൻ്റെ ബാക്കിയുള്ള ഇലകളാണ്. അപ്പം ഇതാണ് ഇത്തരത്തിലുള്ള ഇലമുറിയൽ വണ്ടിൻ്റെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയ മാന്തൈകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് നമുക്കതിനെ ഇല്ലാണ്ടാക്കാം.